കേരള രാഷ്ട്രീയത്തിലെ വൻ അട്ടിമറികൾക്കും അധികാര കൈമാറ്റങ്ങൾക്കും ശേഷം തിരുവനന്തപുരം 3ാം സബ് കോടതിയിൽ അരങ്ങേറുന്ന വി.ഡി. സതീശൻ കടകംപള്ളി സുരേന്ദ്രൻ നിയമ പോരാട്ടം ഭരണപക്ഷമായ UDF-നും മുഖ്യമന്ത്രി സതീശനും കനത്ത രാഷ്ട്രീയ മേൽക്കൈ തന്നെ നൽകുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മേയുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ തനിക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ മുഖ്യമന്ത്രി സതീശൻ ശക്തമായ തർക്കപത്രിക കോടതിയിൽ സമർപ്പിച്ചതോടെ LDF-ഉം മുൻമന്ത്രിയും പ്രതിരോധത്തിലായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ ഉന്നയിച്ച വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ CPM വലയുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 2016 മുതൽ 21 വരെയുള്ള LDF ഭരണകാലത്ത് നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനുണ്ടായ വീഴ്ചകളെയും കൃത്യവിലോപത്തെയുമാണ് UDF കോടതിയിലും പൊതുസമൂഹത്തിലും തുറന്നുകാട്ടുന്നത്. ക്യാബിനറ്റ് നേരിട്ട് നാമനിർദ്ദേശം ചെയ്ത ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും സംസ്ഥാന സർക്കാരിനും വകുപ്പ് ഭരിച്ച കടകംപള്ളിക്കും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്ന UDF-ന്റെ ശക്തമായ വാദം നിയമപരമായി കടകംപള്ളിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വന്ന ചരിത്രപരമായ മാറ്റത്തോടെ അന്ന് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് കേസിനെ നേരിടുമ്പോൾ അന്ന് ഭരിച്ച LDF-ഉം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പ്രതിപക്ഷ നിരയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പദവിയുടെ കരുത്തോടെ വി.ഡി. സതീശൻ കോടതിയെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയ പകപോക്കലിനായി നൽകിയ മാനനഷ്ട കേസിൽ കടകംപള്ളിക്ക് നിരന്തരം തിരിച്ചടികളാണ് നേരിടുന്നത്. സതീശൻ്റെ പ്രസ്താവനകൾക്ക് വിലക്കേർപ്പെടുത്തണമെന്ന കടകംപള്ളിയുടെ ഉപഹർജി കോടതി നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞത് UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. തനിക്കെതിരെ ഉയർന്ന ജനകീയമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച കടകംപള്ളിക്ക് വി.ഡി. സതീശൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി എന്ന നിലയിലും രാഷ്ട്രീയ മുന്നണിയുടെ നേതാവെന്ന നിലയിലും അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ വി.ഡി. സതീശന് പൂർണ്ണമായ അവകാശമുണ്ടെന്ന വാദം കോടതിക്ക് മുന്നിൽ UDF ശക്തമായി ഉറപ്പിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ രാഷ്ട്രീയ ലാഭത്തിനായി കൊണ്ടുവന്ന ഈ കേസ് ഇപ്പോൾ UDF-ൻ്റെയും മുഖ്യമന്ത്രി സതീശൻ്റെയും രാഷ്ട്രീയ വിജയമായി മാറുന്നൊരു കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്.